ഗൈസ്, ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഗ്രോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം. ഓക്കെ, അതായത് എഫ് ട്രേഡ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ട്രേഡ്, ഇക്വിറ്റി ട്രേഡ്, ഈ രണ്ട് ട്രേഡും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണേണ്ട ആവശ്യം വരില്ല. അത്രയ്ക്ക് ക്ലിയർ ആയിട്ട്, അതായത് ഈ ഒരു ഗ്രോ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു ഫസ്റ്റ് ഇതിന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഗ്രോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ താഴെ കുറച്ച് സ്റ്റോക്കുകളും, അതായത് എഫ്&ഒ, പിന്നെ നമ്മുടെ ഇന്ന് ഏറ്റവും ഡൗൺ ആയിരിക്കുന്ന സ്റ്റോക്കുകളും, അതായത് അപ്പ് ആയിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഒരു ട്രേഡ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും എന്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. ഗൈസ്, ഞാൻ ഈ ഗ്രോ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു മുന്നേ ഒക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ടോപ്പില് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ബാലൻസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങൾക്ക് ആഡ് മണി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് എത്ര പൈസയാണോ വേണ്ടത് ആഡ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാലൻസ് എത്ര വേണം, മിനിമം 100 റുപ്പീസ് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഫണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ ഒരു ഇന്റർഫേസിലോട്ട് വരിക. ഇവിടെ ഞാൻ ഓൾറെഡി ഞാൻ എന്റെ കുറച്ച് സ്റ്റോക്ക് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ എന്താണ് ചെയ്തുകൊണ്ട് ഇതായിരുന്നു. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിലാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഫസ്റ്റ് അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു 28 റുപ്പീസിന്റെ ഒരു സ്റ്റോക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ സെൽ എന്നും റൈറ്റ് സൈഡിൽ ബൈ എന്നും കാണാൻ പറ്റും. ഓക്കെ, അതിന് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് പോകുന്നു. നിങ്ങളൊരു എക്സാമ്പിൾ ഈ ഒരു ചാർട്ട് ഓപ്പൺ ആയി കാണിച്ചു തരാം. അതായത് ഇപ്പൊ സെല്ലിന്റെയാണ് ഇപ്പൊ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പോ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് താഴോട്ട് പോകുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് ഇവിടുന്ന് താഴോട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇവിടെ ഒരു അപ്പോ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഒരു 100 രൂപേന്റെ സാധനം ഷോർട്ട് സെല്ല് ചെയ്ത് അത് എത്ര പോയിന്റ് ആണോ കുറഞ്ഞ ഒരു 10 പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേ നേരെ മറിച്ച് ഇത് നിങ്ങൾ ഇവിടുന്ന് ഷോർട്ട് സെല് ചെയ്തിട്ട് ഇവിടുന്ന് മേലോട്ടാണ് കയറി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ലോസും വരും, താഴോട്ടാണ് വരുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റും വരും. അതായത് ഈ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ കിട്ടും, ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാർജിൻ കിട്ടും. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ സെൽ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും സെൽ ഓപ്ഷൻ, ഡെലിവറി, ഇൻട്രാഡേ ഏറ്റവും മേലെ കാണാൻ പറ്റും. ഓക്കെ, ഡെലിവറി, ഇൻട്രാഡേ. നിങ്ങൾ ഷോർട്ട് സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ, ഡെലിവറിയിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ നേരെ ഇൻട്രാഡേ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാർജിൻ 5x എന്ന് പറഞ്ഞിട്ട് കാണാനും, അതായത് റൈറ്റ് സൈഡ് താഴെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. എന്റെ ബാലൻസ് ലെഫ്റ്റ് സൈഡ് താഴെയും കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഡെലിവറി എന്താണെന്ന് പഠിക്കാം. ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വേണ്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെലിവറി ആയിട്ട് എടുത്തു വെക്കാം. അതായത് നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ മേടിച്ച് അന്ന് തന്നെ സെല് ചെയ്യുന്നതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴെ കാണാൻ പറ്റും NSE BSE എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് NSE ആണ്. ഓക്കെ, NSE സെലക്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പ്രൈസ്, അതായത് മാർക്കറ്റ് പ്രൈസ് കാണാൻ പറ്റും, ലിമിറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രൈസിലാണോ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റ് ഇട്ടിട്ട് മേടിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം എത്രയ്ക്കാണ്. ഇപ്പൊ 28 അതിപ്പോ 27 എനിക്ക് ബൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്കറ്റ് പ്രൈസിന് തന്നെ ഇവിടെ മേടിക്കാം. ഇവിടെ ക്വാണ്ടിറ്റി ഏറ്റവും മേലെ നമുക്ക് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ക്വാണ്ടിറ്റി നമുക്കൊരു 10 ക്വാണ്ടിറ്റി ആണ് വേണ്ടതെന്ന് വെച്ചോ. 10 ക്വാണ്ടിറ്റി മേടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറും 59 രൂപ ആവുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് ചാർട്ട് ഇതെന്താണ്, ഈ ചാർട്ടിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് ട്രേഡ് എടുത്ത് നോക്കാം. ഓക്കെ ഓക്കെ ഇപ്പൊ മാർക്കറ്റ് ഒരു അപ്പ് മൂവ് ആണ് തരുന്നത്. നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, ബൈ ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ബൈ എന്നൊരു ഓപ്ഷനിൽ കാണാൻ പറ്റും. ഓക്കെ, കാരണം ഞാൻ സെല്ല് ചെയ്യുന്നില്ല, കാരണം മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴാണ് സെല്ല് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിന്ന് കാണാൻ 5x മാർജിൻ കിട്ടും. 5x മാർജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയേ ഉള്ളൂ എന്ന് വെച്ചോ. 10,000 രൂപ ഉണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു 50,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റും ലോസും അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ,
വലിയ പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ വലിയ ലോസും ഉണ്ടാവും. അപ്പം അത് നമ്മൾ അതിന്റെ റിസ്ക് മാനേജ്മെന്റ് ചെയ്തിട്ട് വേണം ട്രേഡ് എടുക്കാൻ. ഇപ്പോൾ നമുക്ക് ഇപ്പൊ നേരെ ഇൻട്രാഡേയിലാണ്, പൊസിഷൻ NSE-ലാണ്. ഓക്കെ, ഇവിടെ ക്വാണ്ടിറ്റി നമുക്ക് ഒരു 100 ക്വാണ്ടിറ്റി കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? ഇല്ല, 100 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊരു 50 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റുമോ? ഓക്കെ, 50 ക്വാണ്ടിറ്റി ഇവിടെ ഇത് മേടിക്കാൻ പറ്റും. ഞാൻ 50 ക്വാണ്ടിറ്റി അല്ല, സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. നമുക്കൊരു ശരി 50 തന്നെ മേടിക്കാം. 50 മേടിച്ച് ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസും ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസ്. നിങ്ങൾക്ക് 50 രൂപയ്ക്കാണ്, സോറി, ഇപ്പൊ പ്രൈസ് ഇപ്പൊ 28-നാണ് നിൽക്കുന്നത്. നമുക്ക് അതായത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ അഥവാ നമ്മളിപ്പോ 28 രൂപയ്ക്ക് മേടിച്ച സാധനം അത് താഴ്ന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് വെച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. 28 രൂപ, 28, 27, 26 അങ്ങനെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ക്യാൻഡിൽ ഇറങ്ങി നമുക്ക് വലിയ ലൂസിലോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്കിവിടെ 27 സെറ്റ് ചെയ്യാം. ഓക്കെ, 28, സോറി 27 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മളിവിടെ ബൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത്ര കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ കാണാൻ ബൈ ഓർഡർ സക്സസ്ഫുൾ എന്ന് കാണാൻ പറ്റും. സ്റ്റോക്കിന്റെ പേരും ഒക്കെ കാണാൻ പറ്റും. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്താൽ പൊസിഷൻ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്രയാണ്. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ക്വാണ്ടിറ്റി എത്രയാണ്, ഇവിടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, ആവറേജ് പ്രൈസ് എത്രയാണ് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ 4 രൂപ മൈനസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു, അതായത് ഇക്വിറ്റിയിൽ, അതായത് സ്റ്റോക്കിൽ ട്രേഡ് ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് സ്റ്റോക്ക് ബൈ ചെയ്യുമ്പോൾ. ഓക്കെ, നിങ്ങളുടെ കാണാൻ പറ്റും 4 രൂപ പോയിട്ട് അതായത് സ്റ്റോക്ക് മേലോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ബൈ ആണ് ചെയ്ത്. ഇപ്പം ഓപ്ഷൻ, അതായത് സ്റ്റോക്ക് സെല്ലാണ് ചെയ്തതെങ്കിൽ സ്റ്റോക്ക് താഴോട്ട് പോകുന്നതനുസരിച്ചായിരിക്കും നമുക്ക് പൈസ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ഇത് എക്സിറ്റ് ചെയ്യാണ്. ഇത് എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളിപ്പോ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് നമ്മളിപ്പോ ഇവിടെ ഇത് പൊസിഷൻ നമ്മൾ എടുത്തത്, നമ്മൾ മേടിച്ച പൊസിഷൻ കാണാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ രണ്ടും കാണാൻ പറ്റും. നമ്മൾ ബൈ ചെയ്തും അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും സെൽ SL. ഓക്കെ, അതായത് സെൽ SL എന്ന് വെച്ചാൽ 27 രൂപ വരുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ഇത് സെല്ലാകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ 27 രൂപ, അല്ലെങ്കിൽ ഇവിടെ വീണ്ടും നമുക്ക് മോഡിഫൈ കൊടുത്തിട്ട് ഇവിടെ മോഡിഫൈ കൊടുത്ത് നമുക്ക് വീണ്ടും അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ ഫസ്റ്റ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, 1000 രൂപ പ്രോഫിറ്റ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവില്ല. ഓക്കെ, എക്സിറ്റ് ഓർഡർ പ്ലേസ്ഡ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഈ ഒരു സാധനം കൂടെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ഫസ്റ്റ് ഈ ഒരു ഓർഡർ നമ്മൾ ക്യാൻസൽ ആക്കണം. എന്നിട്ട് വേണം അത് നമ്മൾ എക്സിറ്റ് അടിക്കാൻ വേണ്ടി. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഓർഡർ നമ്മൾ ക്യാൻസൽ ആക്കുക. ക്യാൻസൽ ഓൾ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ഓൾ കൊടുത്താൽ ഓക്കെ, ക്യാൻസലേഷൻ റിക്വസ്റ്റ് സെൻഡ്. ഓക്കെ, ഇനി നമ്മൾ പൊസിഷനിൽ പോവാ. പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതും എക്സിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഓർഡർ, അതായത് SL വെച്ചത് ഫസ്റ്റ് ക്യാൻസൽ ചെയ്ത ശേഷം നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നതാണ് ഓപ്ഷൻ ട്രേഡ് എങ്ങനെ ചെയ്യുക. അതായത് നിങ്ങൾ ഏറ്റവും മേലെ കാണാൻ പറ്റും Nifty 50, ബാങ്ക് നിഫ്റ്റി. ഇതിനകത്ത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ നേരെ Nifty 50 ക്ലിക്ക് ചെയ്യാണ്. Nifty 50 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് Nifty 50ന്റെ ചാർട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓവർവ്യൂ, F&O എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് മാത്രമാണ് കാണിച്ചത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർട്ട് ഓപ്പൺ ആക്കി നോക്കാം. ചാർട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ജസ്റ്റ് നോക്കാം. ചാർട്ട് നെറ്റ് കുറച്ച് സ്ലോ ആണ്. ഓക്കെ, ചാർട്ട് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് വെച്ചോ. ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് ഇപ്പൊ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്കിവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ നേരെ ഇവിടെ കാണാൻ പറ്റും നിഫ്റ്റിന്റെ ഇവിടെ റൈറ്റ് സൈഡിൽ മേലെ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ താഴെ നിങ്ങൾ വ്യൂ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ നമ്മുടെ നിഫ്റ്റിന്റെ ഓപ്ഷൻ ചെയിൻ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും കോൾ പ്രൈസ് എന്നും റൈറ്റ് സൈഡിൽ പുട്ട് പ്രൈസ് എന്നും കാണാൻ പറ്റും. സെൻട്രൽ പ്രൈസ്, അതായത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഓപ്ഷൻ ചെയിന്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിഫ്റ്റി
നിഫ്റ്റി മേലോട്ട് പോവാണെന്ന് വെച്ചോ, നിഫ്റ്റി മേലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. നിഫ്റ്റി താഴോട്ട് പോവാന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷനും ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനകത്ത് ലിവറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് ആ ഒരു പൈസ വെച്ച് ഇതിനകത്ത് ബൈ ചെയ്യണം. ബൈ ചെയ്യുമ്പോൾ എല്ലാത്തിനും സെയിം ആണ്. സ്റ്റോക്കിനകത്ത് നമ്മൾ സെല് ചെയ്യുമ്പോൾ നമുക്ക് ലിവറേജ് കിട്ടും, അതായത് 5x. ഇതിനകത്ത് നമുക്ക് ലിവറേജ് കിട്ടില്ല. അങ്ങനെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. നമ്മളിപ്പോ നോക്കിയിട്ടുണ്ടാകും നിഫ്റ്റിന്റെ ചാർട്ട് നമുക്ക് മുകളിലോട്ടാണ് പോകുന്നത് നമുക്ക് തോന്നിയത്. നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം മുകളിലോട്ട് തന്നെയാണോ പോകുന്നത്. ഓക്കെ, നിഫ്റ്റി ഇവിടുന്ന് മുകളിലോട്ടാണ് പോകുന്നത്. ചെറിയൊരു നമുക്കൊരു അനാലിസിസ് വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഈ ഒരു നമ്മൾ ഓപ്ഷൻ ചെയിന് പോവാം. ഇപ്പൊ നിഫ്റ്റി മുകളിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാണോ മാർക്കറ്റ് സെന്ററിൽ കാണാൻ പറ്റും ഒരു കോളത്തിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോഴത്തെ സ്ട്രൈക്ക് പ്രൈസ്. ഇപ്പോ നിഫ്റ്റി റൺ ആയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് ആണ് ഈ സെന്ററിൽ കാണുന്നത്. ഓക്കെ, ഈ സെന്ററിനകത്ത് ഒരു ഇതിന്റെ അടുത്തുള്ള, അതായത് അഡ്ഡമണി ഓട്ടെ, അഡ്ഡമണി മാത്രം, അഡ്ഡമണിയോ ഇൻഡമണിയോ നിങ്ങൾ ബൈ ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഒരിക്കലും ഔട്ട് ഓഫ് ദ മണിയിൽ ഈ ഒരു സാധനം ബൈ മേടിക്കാണ്ടിരിക്കുക. ഓക്കെ, ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല. അതായത് ATM, ITM, OTM എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഞാൻ അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് വേറെ മേക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളതിൽ ഈ ഒരു അതായത് ഈ ഒരു ഗ്രോയ്ക്ക് നമ്മളെ ഫണ്ട് കുറവായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഔട്ട് ഓഫ് ദ മണിയാണ് ബൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, 23ന്റെ ഇവിടെ കാണാൻ പറ്റും സെല്ല്. നമുക്ക് സെല്ല് ചെയ്ത് നോക്കാം. ഓക്കെ, സെല്ല് ചെയ്യുന്നുണ്ടോ, ഒരു മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 62,000 രൂപയാണ്. അതായത് ഇതിനകത്ത് നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ വലിയ എമൗണ്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്കിൽ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് വേണ്ട, കാരണം ലിവറേജ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ലിവറേജ് കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സെല്ലിങ് ഇതിനകത്ത് ചെയ്യുന്നില്ല. നമ്മൾ നേരെ ചെയ്യുന്നത് ബൈയിങ് ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു 23 തന്നെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഇപ്പൊ 24,900 സ്ട്രൈക്ക് പ്രൈസിൽ നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ, താഴെ കാണാൻ പറ്റും ബൈ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ബൈ ക്ലിക്ക് ചെയ്താല് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഡെലിവറി എന്ന് കാണാൻ പറ്റും, ഇൻട്രാഡേ എന്ന് കാണാൻ പറ്റും. ഡെലിവറി എന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ്, അതായത് നിഫ്റ്റി 12th December ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് എപ്പോഴാണ് ഇതിന്റെ എക്സ്പീരി, അതായത് എക്സ്പീരി ഉണ്ട്, ഓരോ സ്ട്രൈക്ക് പ്രൈസിനും ഓരോ എക്സ്പീരി ഉണ്ട്. അപ്പം ഇത് നാളത്തെ കഴിഞ്ഞാൽ December 12 ആണ് ഇത് 0 ആവും. ഓക്കെ, അപ്പം ആ ഒരു ടൈം വരെ നമുക്ക് മേടിച്ച് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്ന് മേടിച്ച് കഴിഞ്ഞാൽ നാളെ, ഓക്കെ, നാളെ വിൽക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതായത് ഇതിന്റെ പ്രീമിയം DK ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം അതായത് ഈ ഡെലിവറിയിൽ, അതായത് F&O ട്രേഡ് ചെയ്യുമ്പോൾ ഡെലിവറിയിൽ എടുത്തു വെക്കുന്ന കുറവാണ്. കൂടുതൽ ആൾക്കാർ ഇൻട്രാഡേ ആണ് ചെയ്യാറ്. അപ്പൊ നമുക്ക് നേരെ ഇൻട്രാഡേയിൽ ക്ലിക്ക് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് നാളെ മാർക്കറ്റ് ഒരു ബിഗ് ഗ്യാപ്പ് അപ്പ് ആയിട്ടോ ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ എന്തെങ്കിലും ഓപ്പൺ ആകുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയ്ക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഡെലിവറിയിൽ എടുത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇൻട്രാഡേ സെലക്ട് ചെയ്തു. ഇൻട്രാഡേ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ലോട്ട് സൈസ്, അതായത് നിഫ്റ്റിയിൽ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 25 ക്വാണ്ടിറ്റി ആണ് ഉണ്ടാവുക. ഓക്കെ, 25 ക്വാണ്ടിറ്റി ഇവിടെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ പ്രൈസ് ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ 25 ക്വാണ്ടിറ്റി ആണ് മേടിക്കുന്നത് ഒരു ലോട്ട്. അതിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ലിമിറ്റ് പ്രൈസ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മാർക്കറ്റ് പ്രൈസിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് ബൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇവിടെ 611 രൂപയാണ്, നമ്മുടെ കയ്യിൽ ഫണ്ട് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ റിവേഴ്സ് പോയിട്ട് കുറച്ചുകൂടെ ചെറിയൊരു പ്രൈസ് നമുക്കിവിടെ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രൈസ് മേടിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, താഴെ കാണാൻ പറ്റും. ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ഇൻട്രാഡേ സെലക്ട് ചെയ്തു, ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു, മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, പ്രൈസ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ. മാർക്കറ്റ് പ്രൈസ് നമ്മളിവിടെ ബൈ കൊടുക്കുകയാണ്. ബൈ കൊടുക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ബൈ ആയിട്ടുണ്ട്. നമ്മൾ മേടിച്ചതിനകത്തും കുറഞ്ഞിട്ടുണ്ട്. ആവറേജ് പ്രൈസ് നമ്മൾ മേടിച്ച പ്രൈസിനെക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ് ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ മൈനസ് കാണുന്നത്. ഇനിയിപ്പോ നമ്മൾ മേടിച്ച 8.85 അതൊരു 10 ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കാണാൻ പറ്റും. ഇത് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഔട്ട് ഓഫ് ദ മണി മേടിച്ചുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തൊരു വലിയ മൂവ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെല്ലെ മാർക്കറ്റ് മൂവ് ആവും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ എങ്ങനെ SL സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മളിപ്പോ മേടിച്ച സ്ട്രൈക്ക് പ്രൈസിൽ ഇൻട്രാഡേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിഫ്റ്റി 12th December കാണാൻ പറ്റും. ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് കാണാൻ പറ്റും ബൈ എക്സിറ്റ്. നിങ്ങൾക്ക് ബൈ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം, എക്സിറ്റ് ഇവിടെ തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ SL വെച്ചിട്ടില്ല. ഓക്കെ, SL വെക്കാൻ വേണ്ടി കാണാൻ പറ്റും ആഡ് സ്റ്റോപ്പ് ലോസ് എന്ന് കാണാൻ പറ്റും. ആഡ് സ്റ്റോപ്പ് ലോസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും SL ട്രിഗർ പ്രൈസ്. നമ്മൾ മേടിച്ച 8.85 നമ്മൾ 8 രൂപ. ഓക്കെ, അതായത് താഴോട്ട്, അതായത് 8.85
താഴോട്ട് വന്ന് 8 രൂപ എപ്പോഴാണ് ആവുന്നത്, അപ്പൊ ഇവിടെ ഇത് സെല്ല ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എക്സിറ്റും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ട്രിഗർ പീസ്, അതായത് മാർക്കറ്റ് ബൈ ചാൻസ് താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ എഗെയിൻസ്റ്റ് മാർക്കറ്റ് മൂവ് ആവുക എന്നുണ്ടെങ്കിൽ ഈ ഒരു 8-ലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ്. അതാണ് നമ്മുടെ മണി മാനേജ്മെന്റ്. നമ്മൾ എപ്പോഴും SL വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യണം. ഓക്കെ, പൊസിഷൻ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 5 റുപ്പീസ്. ഓക്കെ, ഇതിപ്പോ ടോട്ടൽ ലോസ് ആണ് കാണുന്നത്. താഴെ ഇപ്പൊ നമുക്ക് 4 രൂപ ലോസ് വന്നുകൊണ്ട് അതുകൂടി കൂടിയിട്ടാണ്. ആക്ച്വലി ഇപ്പൊ നമ്മൾ എടുത്തതിനകത്ത് 3 രൂപ മാത്രമേ നമുക്ക് ലോസ് ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുന്നത് എനിക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ പോവാം. ഓർഡറിൽ പോയി ഫസ്റ്റ് ഈ ഒരു നമ്മുടെ SL ഫസ്റ്റ് ക്യാൻസൽ ആക്കണം. ഓക്കെ, SL ക്യാൻസൽ ആക്കി അതിന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്യാൻസൽ ഓൾ എന്നുണ്ടാവും. ക്യാൻസൽ ഓൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ SL ക്യാൻസൽ. ഇനി നമ്മൾ നേരെ പൊസിഷൻ ഡീറ്റെയിൽസിൽ പോവാം. പൊസിഷൻ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സിറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഈ ഒരു എക്സിറ്റ് ഓൾ പോയി കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ എക്സിറ്റ് ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ആ ഒരു ട്രേഡ് അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു ട്രേഡും ആക്റ്റീവ് അല്ല, എല്ലാം ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു F&O ട്രേഡ് ചെയ്യാം, ഓപ്ഷൻ ട്രേഡ്. ഓക്കെ, അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ അതിനൊരു റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോ F&O ട്രേഡ് അഥവാ ഓപ്ഷൻ ട്രേഡ് എത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്, ചെയ്യാൻ സിമ്പിൾ ആണ്, പക്ഷെ ഇത് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് കാര്യം. ഓക്കെ, അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.